ഹലോ ഗൈസ്, ഇന്നലെ രാത്രി ബസ്സിൽ കയറി കിടന്നിട്ട് രാവിലെ 6 മണി കഴിഞ്ഞ് മാനന്തവാടി എത്താറായപ്പോഴാണ് കണ്ടു തുറന്നത്. നോക്കുമ്പോൾ ചുറ്റിനൊന്നും കാണാൻ പറ്റുന്നില്ല. കോടയാണ് കോട, തണുത്തിട്ടാണെങ്കിൽ ഒരു രക്ഷയുമില്ല. വണ്ടി അങ്ങനെ മാനന്തവാടി ബസ് സ്റ്റാൻഡിലെത്തി. നമുക്കിനി തിരുനെല്ലി ബസ് വരണം. അതാണെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അരമണിക്കൂർ കഴിഞ്ഞ് ബസ് വന്നു. അതിൽ കയറി നമ്മൾ സ്റ്റോപ്പിൽ ഇറങ്ങി. യെസ് ഗായ്സ്, വി ആർ ബാക്ക് ടു തിരുനെല്ലി. ഇവിടെ നിന്ന് പതിയെ നടന്ന് മേളിലേക്ക് കയറി. കിളികളുടെ കളകളാരമാണ് മൊത്തം. ഐബിയിലെത്തി ബാഗെല്ലാം വെച്ചിട്ട് കുറച്ചു നേരം ഒന്ന് കിടന്ന് ഉറങ്ങി. എന്നിട്ട് ഉറക്കമുണർന്ന് കുളിച്ച് റെഡിയായി ഫുഡ് കഴിക്കാൻ പോയി. മാഷിന്റെ ഒപ്പമാണ് പോകുന്നത്. ഫുഡ് കഴിച്ചൊരു കോഫിയും കുടിച്ച് തിരിച്ച് ഐബിയിലേക്ക് നടന്നാണ് പോകുന്നത്. ചമതമരമാണ് ഈ പൂത്തുലഞ്ഞ് നിൽക്കുന്നത്. നടക്കാതിരുന്ന് നടന്നിട്ട് നാക്കൊക്കെ പുറത്തിയാടി. നമുക്ക് വരക്കാൻ തുടങ്ങാനാണെങ്കിൽ മെറ്റീരിയൽസ് ഇല്ല. അതിനി പോയി വാങ്ങിക്കാണ്ട് പണി നടക്കൂല. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ചേട്ടന്മാർ കാട്ടിലേക്ക് കുളം വൃത്തിയാക്കാൻ പോകുന്നെന്ന് പറഞ്ഞത്. പിന്നെ അണ്ണനും പോയി അവരുടെ കൂടെ. കാട്ടിൽ കൂടെ നടന്ന റോട്ടിൽ വന്ന് വീണ്ടും കാട്ടിലേക്ക് തന്നെ കയറി. അധികം പഴക്കമില്ലാത്ത ആനപ്പിണ്ടവും മൃഗങ്ങളുടെ കാൽപ്പാടൊക്കെ ഒരുപാടുണ്ട് ഇവിടെ. ഈ നിൽക്കുന്ന കാടും പടലും ഒക്കെ വെട്ടിത്തെളിക്കലാണ് ഇന്നത്തെ പരിപാടി. അണ്ണനാണെങ്കിൽ ഒരു തണലത്ത് മാറി അവർ ചെയ്യുന്നത് നോക്കി അങ്ങനെ ഇരുന്നു. വലുതും ചെറുതുമായ പക്ഷികളെയും പ്രാണികളെയും നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരിപ്പ്. ഇരുത്തത്തിന്റെ ക്ഷീണം മാറ്റാൻ ഇടയ്ക്കിടയ്ക്ക് ബത്തക്ക ജ്യൂസും കഴിച്ചു. പിന്നെ ഇരുന്നും എടുത്തപ്പോൾ കിടന്നു. എന്താ സുഖം. സമയം ഉച്ചയാണെങ്കിലും നല്ല തണുത്ത അന്തരീക്ഷവും ഒരു ഇളം കാറ്റും പിന്നെ കിളികളുടെ ശബ്ദവും. ആഹാ, സ്വർഗം. അണ്ണൻ ഇവിടെ ഇരുന്നും കിടന്നൊക്കെ സുഖിക്കുമ്പോൾ പാവങ്ങളോടെ പണിയെടുക്കുക. പിന്നെ പോയി കുറച്ച് അവരുടെ കൂടെ കൂടിയിട്ട് കുളത്തിനൊരു സുന്ദര കുട്ടപ്പനാക്കി. ഇതൊക്കെ കണ്ടിട്ട് കാട്ടിക്കറി കാട് നശിപ്പിച്ചോന്നൊന്നും ചോദിക്കരുത്. ഇനി വേനലായതുകൊണ്ട് കാട്ടിലെ കുളങ്ങളെല്ലാം പറ്റും. അപ്പോൾ ഇതുപോലുള്ള ജലസ്രോതസ്സുകളെ വൃത്തിയാക്കി വെക്കുന്നത് നമ്മുടെ കൂടി കടമയാണ്. എങ്കിലല്ലേ മൃഗങ്ങൾക്ക് വെള്ളം കിട്ടൂ. ഏത് 4 മണി കഴിഞ്ഞപ്പോൾ പണിയൊക്കെ തീർത്ത് ഐബിയിലേക്ക് പോയി. പോകുന്ന വഴി അത്തിപ്പഴം കിടക്കുന്നു. ഇതൊക്കെ എങ്ങനെ കിടക്കുന്ന കാണുമ്പോഴേ എറിയാൻ കൈ ധരിച്ചു. എറിഞ്ഞു. സംഭവം കിട്ടി. ഇത് കാണാനൊക്കെ ഭംഗിയുണ്ടെങ്കിലും വേറെ ഗുണമൊന്നുമില്ല. എല്ലാത്തിന്റെ ഉള്ളിൽ ഒരു തരത്തിലെ ഈച്ച കയറി തുളച്ചു വെച്ചിരിക്കുകയാണ്. 5 മണിയായപ്പോൾ റൂമിലെത്തി ഉച്ചക്കത്തെ ഫുഡും കഴിച്ച് കിടന്നിട്ട് സന്ധ്യ ആയപ്പോൾ എഴുന്നേറ്റു. തണുപ്പായതുകൊണ്ട് ജാക്കറ്റൊക്കെ എടുത്തിട്ടു. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരാളെ കണ്ടു. ഇവനാണ് ബ്ലൂ ക്യാപ്ഡ് റോക്ക് ത്രഷ്. മലയാളത്തിൽ നീലപ്പാറ കിളി എന്നൊക്കെ പറയും. ഇവന്റെ സ്ഥിരം സ്ഥലമാണിത്. സാധാരണഗതിയിൽ യു ആർ അണ്ടർ CCTV എന്നൊക്കെയല്ലേ നമ്മൾ പറയാറ്. ഇവിടെ ഇവന്റ് അണ്ടറിലാണ് CCTV. അതും കഴിഞ്ഞ് എല്ലാവരും കൂടി അവിടെ സംസാരിച്ചിരുന്നു. അപ്പോൾ നന്ദ സാർ പറഞ്ഞ് ഫുഡ് കഴിക്കാൻ പോയിട്ട് വരാന്ന്. പിന്നെ ഞങ്ങൾ കാട്ടിക്കുളത്തേക്ക് പോയി. അവിടുന്ന് ഫുഡും കഴിച്ച് ഒരു പാനിപ്പൂരിയും കഴിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് തോൽപ്പെട്ടിയിൽ കയറി. ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴല്ല, ഒരു വർഷം മുന്നേ. ഈ കാണുന്നതാണ് നമ്മൾ ചെയ്ത പെയിന്റിങ്സ് ഒക്കെ. ഇവിടെ നമ്മൾ വർക്ക് ചെയ്തതിന്റെ എക്സ്പീരിയൻസ് എത്ര പറഞ്ഞാലും തീരില്ല. അത്ര അടിപൊളിയായിരുന്നു. അണ്ണൻ അവിടുത്തെ ചേട്ടന്മാരോടും ചേച്ചിമാരോടൊക്കെ സംസാരിച്ചിട്ട് അവിടെ വന്ന ഗസ്റ്റുകൾക്ക് ഫുഡൊക്കെ വിളമ്പി കൊടുത്തിട്ട് തിരിച്ച് ഐബിയിലേക്ക് വന്നു. നമ്മൾ തോൽപ്പെട്ടിയിൽ കാണാൻ വേണ്ടി പോയ ആൾക്കാരെ കണ്ടില്ല. പിന്നെ ഒരു ദിവസം വരണം. പുലിയുണ്ടോ, ആനയുണ്ടോ, കരടിയുണ്ടോ, കടുവയുണ്ടോ എന്നൊക്കെ നോക്കിയാണ് നമ്മുടെ വരവ്. പക്ഷെ നമ്മളെ കൂടാതെ മറ്റൊരു കടുവയെ ആ വഴിയിലൊന്നും കണ്ടില്ല. അങ്ങനെ ഐബിയിലെത്തി എല്ലാവരും കൂടി സംസാരിച്ചിരുന്നിട്ട് ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ബാക്കി നാളെ. അപ്പോൾ ബൈ.